സോളാർ കേസുമായി ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമൊന്നും കേരളം മറന്നു കാണില്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെ യുഡിഎഫ് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ കേസ് തന്നെയായിരുന്നു സോളാർ കേസ്. ആ കേസിൽ ഇപ്പോൾ പരാതിക്കാരിക്കെതിരെ നിർണായക മൊഴി നൽകിയിരിക്കുകയാണ്. പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് മൊഴി നൽകിയിരിക്കുന്നത്. യുഡിഎഫ് സർക്കാരിന് പണി കൊടുക്കണമെന്ന് സോളാർ കേസ് പരാതിക്കാരി ആവശ്യപ്പെട്ടു. പരാതിക്കാരി ജയിലിൽ നിന്ന് തനിക്ക് കൈമാറിയ കത്തിലുണ്ടായിരുന്നത് 21 പേജുകൾ മാത്രമാണ്. കത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഇല്ലായിരുന്നു. പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം കത്ത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ബന്ധുവിന് കൈമാറിയെന്നും ഫെനിയുടെ മൊഴിയിൽ പറയുന്നു. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു മൊഴി നൽകിയതിന് കാരണമായത്? എവിടെയാണ് ഫെനിയുടെ മൊഴി? അത് എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് ആ മൊഴിയിലുള്ളത്? ദിവ്യ, അഭിഭാഷകനായ സുധീർ ജേക്കബാണ് കൊട്ടാരക്കര കോടതിയിൽ ഒരു പരാതി നേരത്തെ ഹർജി നൽകിയിരുന്നത്. അതായത് ഈ സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചന എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു പരാതി നൽകിയത്. അതിന് പിന്നാലെ കോടതി തന്നെ അതായത് പരാതിക്കാരൻ്റെയും ഒപ്പം തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെയും മറ്റുമൊക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് കേസെടുക്കണം അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീർ മലയിൽ മന്ത്രിക്കെതിരെ മൊഴി നൽകി. ഇപ്പോൾ ഇതാ ഈ പരാതിക്കാരിയുടെ സോളാർ പരാതിക്കാരിയുടെ നേരത്തെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണനാണ് കോടതിയിലെത്തി മൊഴി നൽകിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് യുഡിഎഫ് സർക്കാരിന് പണി കൊടുക്കണമെന്ന് സോളാർ പരാതിക്കാരി തന്നോട് ആവശ്യപ്പെട്ടതായി കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരി അതായത് പത്തനംതിട്ട ജയിലിൽ വെച്ചാണ് ഈ പരാതിക്കാരി തൻ്റെ കയ്യിലേക്ക് കത്ത് കൈമാറുന്നത്. ആ കോടതി അധികൃതരുടെ സാന്നിധ്യത്തിൽ തൻ്റെ കയ്യിലേക്ക് ലഭിച്ച കത്തിലുണ്ടായിരുന്നത് 21 പേജുകൾ മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ മറ്റു വിശദാംശങ്ങളെക്കുറിച്ചുള്ള ഇനി 25-ാം തീയതി വീണ്ടും മൊഴിയെടുപ്പ് നടക്കുമ്പോഴായിരിക്കും അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഫെനി ബാലകൃഷ്ണൻ ഹാജരാക്കേണ്ടത്. ഈ കത്തിൽ തനിക്ക് ലഭിച്ച കത്തിലുണ്ടായിരുന്നത് അതായത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ മറ്റുമുള്ള ലൈംഗിക ആരോപണങ്ങളൊന്നും തനിക്ക് ലഭിച്ച കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു മൊഴിയും ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കത്ത് അവിടെ പത്തനംതിട്ട കോടതി ജയിലിൽ വെച്ച് തനിക്ക് ആ കത്ത് ലഭിക്കുന്നു. അവിടെ വെച്ച് തന്നെ അതിനു മുൻപ് മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള പ്രദീപ് അവിടെ എത്തുകയും തന്നെയും കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ഈ മന്ത്രിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച കത്ത് ആ സുഹൃത്തിന് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് താൻ കത്ത് കൈപ്പറ്റുന്നു, അതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റുന്നു, അതിനുശേഷം ആ കത്ത് നേരെ കൈമാറുന്നത് മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ഭാഗത്താണല്ലോ ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ഗൂഢാലോചന തന്നെ നടക്കുകയായിരുന്നു. അതിന് ഈ പരാതിക്കാരിയെ പ്രേരിപ്പിക്കുകയായിരുന്നു ചിലർ എന്നൊക്കെയല്ലേ ഇപ്പോൾ ഈ ഫെനിയുടെ ഈ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം ഈ ഒരു വിവാദം കത്തിവരുന്നത് 2011 സർക്കാരിന്റെ ഒരു അവസാന കാലഘട്ടം എത്തുന്ന സമയത്തൊക്കെ ആയിരുന്നു. തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ട ഒരു സംഭവങ്ങളിലൊക്കെ ഒന്നുമായിരുന്നു. അപ്പോൾ ഈ തനിക്ക് ലഭിച്ച കത്തിലെ യുഡിഎഫ് നേതാക്കളുടെ പേരൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം എവിടെ വെച്ചോ കൂട്ടിച്ചേർത്ത ആ പേജുകളിലാണ് ആ പേരുകൾ വരികയും അതുതന്നെയാണ് സർക്കാരിനെ ആകെ പ്രതിസന്ധിയിലാക്കുകയും അവിടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെടെ വലിച്ചിഴക്കപ്പെടുകയും പെട്ടത് എന്നുള്ള കാര്യമാണ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഫെനി ഇതെല്ലാം മൊഴിയായി നൽകുമ്പോൾ തന്നെ കോടതി തിരിച്ച് അതിന് കൃത്യമായി തെളിവുകൾ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം കോടതിയാണ് നേരിട്ട് ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ 25-ാം തീയതി ഹാജരാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഹാജരാക്കുമെന്ന ഒരു കാര്യം തന്നെയാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ചോദിച്ചതുപോലെ തന്നെ ആ ഒരു 4 പേജുകൾ എവിടെ വെച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറെ വിവാദങ്ങളിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്ത ഒരു സംഭവം. ഈ പരാതിയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. 4 പേജുകൾ കൂട്ടിച്ചേർത്തത് വലിയൊരു ഗൂഢാലോചന എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് കോടതി മൊഴിയൊക്കെ രേഖപ്പെടുത്തി അതിന്റെ ഒരു അവസാന ഘട്ടത്തിലായിരിക്കും എന്താണ് ഇത് എത്തരത്തിലായിരിക്കണം ഇതിന്റെ ഒരു ചാർജ് ഫ്രെയിം ചെയ്യേണ്ടെന്നുള്ള നടപടികളിലേക്കൊക്കെ കോടതി തന്നെയായിരിക്കും നിർദ്ദേശം നൽകുക. അത്തരത്തിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന മൊഴികളെല്ലാം തന്നെ നിർണായകമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്ന
അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും കേസിൽ വളരെ നിർണായകമാവുന്ന മൊഴി തന്നെയാണ് ഫെനിയുടേത്. ഈ മൊഴി നൽകിയതിന് പിന്നാലെ ഫെനിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരായി. ഞാനിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പത്തനംതിട്ട ജയിലിൽ വെച്ച് 19/7/2013 ഈ കേസിലെ ഒന്നാം പ്രതി എനിക്ക് 21 പേജുള്ള ഒരു ഡ്രാഫ്റ്റാണ് എൻ്റെ തന്നത്. അത് പിന്നീട് ഈ കേസിലെ രണ്ടാം പ്രതിയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ ഗൂഢാലോചന ഭാഗമായിട്ട് അത് 4 പേജും കൂടെ ആഡ് ചെയ്ത് അത് 25 പേജാക്കി അത് സോളാർ കമ്മീഷനിലും പലയിടത്തും ഹാജരാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു മൊഴി, വിശദമായിട്ടുള്ള മൊഴിയാണ് ഞാനിവിടെ കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടാണ് ആ 21 പേജുള്ള ഒരു കത്ത് ഞാനത് വാങ്ങിച്ചെടുത്തത്. അതിനുശേഷം അത് തിരുത്തി 4 പേജും കൂടെ ആക്കി അത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കി അതിന് മേലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മേലിലുള്ള ഒരു കേസ് കോടതി എൻ്റെ മൊഴിയെടുത്ത് ആദ്യം ഒരു മൊഴി എടുത്തിരുന്നു. ആ മൊഴിയിൽ പ്രഥമാദൃഷ്ടി കേസ് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ട് ശേഷമാണ് അത് CC ആക്കിയിട്ട് രണ്ടാമത് എൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്.